നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഒരുതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാവുന്ന ഒന്നിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതായത്, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അധികാരം എങ്ങനെ പങ്കുവെക്കണം എന്ന് തീരുമാനിക്കുന്ന ആ ഏറ്റവും നിർണായകമായ ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ച്. അതെ, നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലേക്കാണ്. ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കുന്നതിനു മുൻപ് നമുക്ക് വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിയമങ്ങൾ, അത് നിങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ നിയമമാകട്ടെ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാകട്ടെ, ഇതൊക്കെ ആരാണുണ്ടാക്കുന്നത്? അപ്പോ ഈ ചോദ്യത്തിലുള്ള ഉത്തരം നമ്മുടെ ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഉള്ളത്. അതാണ് ഈ 7ാം പട്ടിക. വളരെ ലളിതമായി പറഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങളിൽ നിയമമുണ്ടാക്കാം, സംസ്ഥാന സർക്കാരുകൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിന്റെ ഒരു വ്യക്തമായ രൂപരേഖയാണിത്. ശരി, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഈ അധികാര വിഭജനത്തിന്റെ അടിസ്ഥാന ഘടന എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ഇതിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് ഊളിയിടും. അതിനുശേഷം അധികാരങ്ങൾ വിഭജിക്കുന്ന ആ 3 ലിസ്റ്റുകളെക്കുറിച്ച് വിശദമായി പഠിക്കും. ഇനി ഈ നിയമങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ എന്ത് സംഭവിക്കും? അവസാനം ഈ ചട്ടക്കൂട് കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് മാറുന്നതെന്നും നമ്മൾ കാണും. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ 7ാം പട്ടികയുടെ അടിസ്ഥാനം? എന്തിനാണ് ഇങ്ങനെയൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത്? ഇത് വെറുമൊരു പട്ടിക മാത്രമല്ല, ഇന്ത്യയുടെ ഫെഡറൽ ഘടനയുടെ ആണിക്കല്ല് തന്നെയാണെന്ന് പറയാം. അപ്പോൾ എന്തിനാണ് ഈ അധികാര വിഭജനം? ഇതിന് പിന്നില് വളരെ വ്യക്തമായ 4 ലക്ഷ്യങ്ങളുണ്ട്. 1. ഭരണം എളുപ്പമാക്കാനും കാര്യക്ഷമമാക്കാനും. 2. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും കയ്യില് അധികാരം കുന്നുകൂടാതെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ. 3. ഇവർ തമ്മിൽ സഹകരിച്ചു മുന്നോട്ടു പോവാൻ. പിന്നെ 4ാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ത്യയുടെ ആത്മാവായ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ സംരക്ഷിക്കാൻ. ഈ സംവിധാനം പെട്ടെന്നൊരു ദിവസം ആകാശത്തുനിന്ന് പൊട്ടിവീണതല്ല. ഇതിന് കൃത്യമായ ഒരു ചരിത്രമുണ്ട്, ഒരു പരിണാമത്തിന്റെ കഥയുണ്ട്. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. ഈ ടൈം ലൈൻ നോക്കൂ. ഇതില് ആ കഥ വ്യക്തമാണ്. 1919 അധികാര വിഭജനത്തിന്റെ ഒരു ചെറിയ ആശയം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. എന്നാൽ ശരിക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് വരുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. ഫെഡറൽ, പ്രൊവിൻഷ്യൽ, കൺകറന്റ് എന്നിങ്ങനെ 3 ലിസ്റ്റുകൾ ആദ്യമായി വരുന്നത് അപ്പോഴാണ്. 1949 നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഈ മോഡൽ ഏറെക്കുറെ അതുപോലെ സ്വീകരിച്ചു. പക്ഷേ ഒരു പ്രധാന മാറ്റത്തോടെ. രാജ്യത്തിന് ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ വേണമെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചു. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊരു ശക്തമായ കേന്ദ്രം വേണമെന്ന് തോന്നിയത്? ഉത്തരം നമ്മുടെ ചരിത്രത്തിലുണ്ട്. രാജ്യം വിഭജനത്തിന്റെ ഭീകരമായ മുറിവുകളിലൂടെ കടന്നുപോവുകയായിരുന്നു. സാമ്പത്തികമായി രാജ്യം തകർന്നിരുന്നു. പോരാത്തതിന് 500-ലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഒരൊറ്റ ഇന്ത്യയായി മാറ്റുക എന്ന വലിയൊരു വെല്ലുവിളിയും മുന്നിലുണ്ടായിരുന്നു. ഇതെല്ലാം നേരിടാൻ ശക്തനായ ഒരു കേന്ദ്ര ഭരണകൂടം കൂടിയേ തീരൂ എന്ന് അവർക്കുറപ്പായിരുന്നു. ശരി, ഇനി നമുക്ക് ഈ ലിസ്റ്റുകളുടെ ഉള്ളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഓരോ ലിസ്റ്റിലും എന്തൊക്കെ വിഷയങ്ങളുണ്ട്, ആരാണ് നിയമമുണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ പട്ടിക നോക്കിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. ആദ്യം യൂണിയൻ ലിസ്റ്റ്. പ്രതിരോധം, ബാങ്കിംഗ്, വിദേശകാര്യം, കറൻസി പോലെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ട വിഷയങ്ങൾ. ഇതില് നിയമമുണ്ടാക്കാൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റ്. പോലീസ്, പൊതുജനാരോഗ്യം, കൃഷി പോലെ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശികമായി ബാധിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ സംസ്ഥാന സർക്കാരുകളാണ് നിയമമുണ്ടാക്കുക. ഇനി 3ാമത്തേത് കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം, വനം, വിവാഹം പോലുള്ള വിഷയങ്ങൾ. ഇത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് 2 പേർക്കും നിയമം നിർമ്മിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ലിസ്റ്റുകളൊന്നും കല്ലിൽ കൊത്തിവെച്ചവയല്ല. 1950 ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം അധികാരത്തിന്റെ ഈ തുലാസ് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഈ കണക്കുകൾ തന്നെ ഒരു കഥ പറയുന്നുണ്ട്. നോക്കൂ, യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾ 97-ൽ നിന്ന് 100ആയി, കൺകറന്റ് ലിസ്റ്റിലേത് 47-ൽ നിന്ന് 52ആയി. എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റോ അത് 66-ൽ നിന്ന് 61ആയി കുറഞ്ഞു. എന്താണിതിനർത്ഥം? കാലം പോകുന്തോറും കൂടുതൽ അധികാരങ്ങൾ കേന്ദ്രത്തിലേക്ക് മാറുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു സൂചനയാണിത്. ഈ മാറ്റങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സംഭവിച്ചത് 1976-ലെ
42ാം ഭേദഗതിയിലാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന മിനി ഭരണഘടന എന്ന് പോലും വിളിക്കപ്പെടുന്ന ഈ ഭേദഗതി വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം അടക്കമുള്ള 5 സുപ്രധാന വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നെടുത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ? കൺകറന്റ് ലിസ്റ്റിലെ ഒരേ വിഷയത്തിൽ കേന്ദ്രവും നിയമവും ഉണ്ടാക്കി, സംസ്ഥാനവും നിയമവും ഉണ്ടാക്കി. ഇവ രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യം വന്നാൽ എന്തു ചെയ്യും? ആരുടെ നിയമം നിലനിൽക്കും? നമുക്ക് നോക്കാം. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 254 കടന്നുവരുന്നത്. ഇതിനെ ഡോക്ട്രിൻ ഓഫ് റെപ്പഗ്നൻസി എന്ന് പറയും. നിയമം വളരെ ലളിതമാണ്. കൺകറന്റ് ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായാൽ കേന്ദ്രത്തിന്റെ നിയമത്തിനായിരിക്കും മുൻഗണന. സംസ്ഥാന നിയമം അസാധുവാകും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. സാധാരണഗതിയിൽ കേന്ദ്ര നിയമം ജയിക്കും. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ഒരു സംസ്ഥാന നിയമത്തിന് രാഷ്ട്രപതിയുടെ പ്രത്യേക അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ആ സംസ്ഥാനത്ത് മാത്രം ആ നിയമം നിലനിൽക്കും. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. അതിനുശേഷവും പാർലമെന്റിന് വേണമെങ്കിൽ പുതിയൊരു നിയമം കൊണ്ടുവന്ന് രാഷ്ട്രപതി അംഗീകരിച്ച ആ സംസ്ഥാന നിയമത്തെ മറികടക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അന്തിമവാക്യപ്പോഴും പാർലമെന്റിനാണ്. ഇനി ഒരു നിയമസഭ അവരുടെ അധികാരപരിധി ലംഘിച്ചോ എന്ന് കോടതി എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതിനായി കോടതികൾ പ്രധാനമായും 2 ആശയങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തത് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് സിദ്ധാന്തം. അതായത് കോടതി ഒരു നിയമത്തിന്റെ പുറംചട്ടയല്ല നോക്കുന്നത്, അതിന്റെ യഥാർത്ഥ ഉദ്ദേശം അല്ലെങ്കിൽ ആത്മാവ് എന്താണെന്നാണ്. രണ്ടാമത്തത് കളറബിൾ ലെജിസ്ലേഷൻ. അതായത് നേരിട്ട് ചെയ്യാൻ അധികാരമില്ലാത്തൊരു കാര്യം വളഞ്ഞ വഴിയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് കോടതി പരിശോധിക്കും. ശരി, ഇനി നമുക്ക് നോക്കാം ഈ ചട്ടക്കൂട് എങ്ങനെയാണ് പുതിയ കാലത്തെ വെല്ലുവിളികളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതെന്ന്. എങ്ങനെയാണിത് പ്രസക്തമായി നിലനിൽക്കുന്നത്? ഭരണഘടന ശില്പികൾക്ക് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത പല വിഷയങ്ങളും ഇന്നുണ്ട് അല്ലേ? അത്തരം വിഷയങ്ങളെയാണ് അവശിഷ്ടാധികാരങ്ങൾ അഥവാ റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 248 അനുസരിച്ച് ഈ 3 ലിസ്റ്റിലും പെടാത്ത ഏത് വിഷയത്തിലും നിയമമുണ്ടാക്കാനുള്ള പൂർണ്ണ അധികാരം പാർലമെന്റിനാണ്. സൈബർ നിയമങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പേസ് ടെക്നോളജി പോലുള്ള പുതിയ വിഷയങ്ങളെല്ലാം ഇതിന് കീഴിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഭരണഘടനയെ കാലികമായി നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകം. സാധാരണയായി സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെന്റ് ഇടപെടാൻ പാടില്ല. എന്നാൽ ചില അസാധാരണ സാഹചര്യങ്ങളിൽ ഈ നിയമത്തിൽ ഇളവുകളുണ്ട്. രാജ്യത്തിന്റെ പൊതു താൽപര്യത്തിന് അത്യാവശ്യമാണെന്ന് രാജ്യസഭ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഒരു ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത്, അതുമല്ലെങ്കിൽ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടാൽ പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിലും നിയമം നിർമ്മിക്കാൻ സാധിക്കും. അപ്പോ ഈ അധികാര സന്തുലിതാവസ്ഥയുടെ കാവൽക്കാരാരാണ്? അത് നമ്മുടെ ജുഡീഷ്യറിയാണ്, സുപ്രീം കോടതി. കേശവാനന്ദ ഭാരതി, എസ്.ആർ. ബൊമ്മൈ പോലുള്ള ചരിത്രപരമായ വിധികളിലൂടെ സുപ്രീം കോടതി ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫെഡറലിസം എന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അഥവാ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതിനർത്ഥം പാർലമെന്റിനു പോലും ഒരു ഭേദഗതിയിലൂടെ ഈ തത്വത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് 7ാം പട്ടികയുടെ പ്രാധാന്യം. ഇത് ഇന്ത്യയ്ക്ക് വ്യക്തമായൊരു ഫെഡറൽ ഘടന നൽകുന്നു, നിയമനിർമ്മാണത്തിലെ തർക്കങ്ങൾ ഒഴിവാക്കുന്നു, കാര്യക്ഷമമായ ഭരണം ഉറപ്പാക്കുന്നു, ഒപ്പം ദേശീയ ഐക്യവും സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണവും തമ്മിലുള്ള ഒരു നിർണായക ബാലൻസ് നിലനിർത്തുന്നു. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു. 75 വർഷം മുൻപ് രൂപകൽപ്പന ചെയ്ത ഈ അധികാര വിഭജന ചട്ടക്കൂട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കാലാവസ്ഥ വ്യതിയാനം, ഡേറ്റ പ്രൈവസി തുടങ്ങിയ ഭാവിയുടെ സങ്കീർണമായ വെല്ലുവിളികളെ നേരിടാൻ എത്രത്തോളം ശക്തമാണ്? തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.